2013 IFFKയിലെ ഒരു സംഭവം ഉണ്ടായി. ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന 4 പേര് ബോധം കെട്ട് വീണു. ഈ സിനിമയിലെ അമിതമായിട്ടുള്ള വയലൻസ് ഒക്കെ കണ്ടാണ് ഇവർ പെട്ടെന്ന് ബോധം കെട്ട് വീണത്. സിനിമ എന്നറിയാമോ? കിം കി ഡുക്കിൻ്റെ മോബീസ് എന്ന സിനിമ കണ്ടിട്ടാണ് ഈ 4 പേര് ബോധം കെട്ട് വീണത്. ഇപ്പോൾ ഇതുപോലൊരു സംഭവം നടന്നിരിക്കുകയാണ്. കേരളത്തിലല്ല കേട്ടോ, അങ്ങ് നോർത്ത് ഇന്ത്യയിലാണ്. പക്ഷേ ഇത്തവണ ആൾക്കാർ ബോധം കെട്ട് വീണതും നിലവിളിച്ചതൊന്നും ഒരു ഭീതിപ്പടം കണ്ടിട്ടല്ല, ഒരു പ്രണയ സിനിമ കണ്ടിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഏത് സിനിമയാണെന്ന് ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. സയ്യാര എന്ന് പറയുന്ന ബോളിവുഡ് സിനിമ കണ്ടിട്ടാണ് കുറേ പേര് നിലവിളിച്ചതും കരയുകയും ബോധം കെട്ട് വീണയൊക്കെ ചെയ്തത്. ഇപ്പം നിങ്ങൾ തന്നെ പലരും ഇപ്പോൾ റീലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സിനിമയുടെ ഈ തിയേറ്ററിലെ വിഷ്വൽസും ആൾക്കാർ ബോധം കെട്ടുന്നതിനൊക്കെ പറ്റി. അപ്പം ഞാനും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കണ്ടിട്ട് ഇത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നതെന്നും കരയുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ സിനിമ പോയി കണ്ടു. അപ്പം ടു ബി ഫ്രാങ്ക്, എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം മോഹിത് സൂരി എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, സയ്യാര എന്ന സിനിമ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഷിക്കി 2 ഏക് വില്ലൻ എന്ന് പറയുന്ന സിനിമകളുണ്ട്. അത് ഇതിൽ ആഷിക്കി 2 എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഇതിലെ ഗാനമൊക്കെ ഭയങ്കര ഹിറ്റ് ഗാനങ്ങളാണ്. ഇപ്പം അതിൽ തും ഹി ഹോ എന്ന് പറയുന്ന ഗാനം അന്നും ഇന്നും ഭയങ്കര ട്രെൻഡ് സെറ്ററാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7ലോ 8ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ആഷിക്കി 2 ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ മൊത്തവും ഇത് തന്നെയായിരുന്നു ഒരു സംസാര വിഷയം. കാരണം ഈ തും ഹി ഹോ എന്ന പാട്ടും പലരും പാടിക്കൊണ്ട് കിടക്കുന്നു. ജൂക്ക് ബോക്സിലടക്കം ഈ പാട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആഷിക്കി 2ൻ്റെ ഡയറക്ടറാണ് സയ്യാരൻ ഡയറക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സയ്യാറിലെ പാട്ടൊക്കെ ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ടുകൾ കാരണം തന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രീ റിലീസിൽ ഒരു ഭയങ്കര ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ ബോളിവുഡിലെ റൊമാൻറ്റിക് സിനിമകൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാവും. അതായത് ഇപ്പോൾ ബോളിവുഡിലെ റൊമാൻറ്റിക് സിനിമകളെന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള വിഷ്വലുകളും കളർഫുൾ പാട്ടുകളും നായികമാരും. ഇപ്പോൾ കരൺ ജോഹറൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഷാറൂഖ് ഖാനൊക്കെ സ്റ്റാറായിട്ട് മാറിയ ഒരു കരൺ ജോഹർ റൊമാൻറ്റിക് യൂണിവേഴ്സ്. മോഹിത് സൂരിയുടെ പടങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഭയങ്കര ഡാർക്കായിട്ട് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള കഥ പറച്ചിലും പിന്നെ ഗംഭീര പാട്ടുകളും ഉണ്ടായിരിക്കും കേട്ടോ. അതേ മൂഡ് തന്നെയാണ് ഈ സയ്യാര ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന ടൈമിൽ ട്രെയിലറൊക്കെ ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ആഷിക്കി 2ഉം ഏക് വില്ലനൊക്കെ കൂടിക്കലർന്ന ഒരു പടമായിരിക്കും സയ്യാരയെന്ന്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. കാരണം ആഷിക്കി 2ൻ്റെ ഒരു ഹാപ്പിയർ വേർഷൻ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു മോർ റൊമാൻറ്റിക് വേർഷനാണ് സയ്യാര എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ബോയ് മീറ്റ്സ് ഗേൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ റൊമാൻറ്റിക് സിനിമകളുടെയും ഒരു എന്താണ് പറയുന്നത്, ഒരു ബേസ് എന്ന് പറയുന്ന പോലെ ഒരു ബോയ് മീറ്റ്സ് ഒരു ഗേൾ, പിന്നെ അവരുടെ റൊമാൻസ്, അവരുടെ കോൺഫ്ലിക്റ്റുകൾ, പിന്നെ ഒരു ലാസ്റ്റ് ഹാപ്പി എൻഡിങ്. ഇത് തന്നെയാണ് സയ്യാരയിലും. പക്ഷേ സയ്യാര എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ മോഹിത് സൂരിയുടെ വേൾഡിൽ നിൽക്കുന്ന ഒരു കഥ പറച്ചിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സയ്യാരയുടെ ട്രെയിലർ വന്ന സമയത്ത് ഭയങ്കര ഇതിലുള്ള വിമർശനങ്ങൾ ആദ്യം വന്നിരുന്നു. കാരണം ഇപ്പോൾ ഈ അർജുൻ റെഡ്ഡിയിലും പിന്നെ അനിമലിലെ രൺവിജയ് സിംഗ് എന്ന് പറയുന്ന രൺബീർ കപൂറിൻ്റെ ക്യാരക്ടറൊക്കെ ഈ ടോക്സിക് മസ്കുലിനിറ്റി ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരം നായകന്മാരെ ഹിന്ദി സിനിമയും അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികളും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ സയ്യാരയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലെ നായകനെ ആ നായകൻ്റെ ഒരു ക്യാരക്ടറിനെ നമുക്ക് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ സിനിമ കാണുമ്പോഴും ഓക്കെ, ഒരു ആഷിക്കി 2 ലെവൽ അല്ലെങ്കിൽ ഈ അർജുൻ റെഡ്ഡി പോലൊരു ടോക്സിക് ആയിട്ടുള്ള നായകനും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയും തമ്മിലുള്ള പ്രണയമായിരിക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മോഹിത് സൂരി അതിനെല്ലാം കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇതിലെ നായകനെന്ന് പറഞ്ഞാൽ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള നായകനാണ്. നമുക്കൊരു പോയിന്റിൽ ഇയാളുടെ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ടോക്സിക് മസ്കുലിനിറ്റി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു നായകനല്ല. അപ്പോൾ അത് പൊളിച്ചെഴുതിയതിന് തന്നെ മോഹിത് സൂരിക്ക് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു കയ്യടി കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗംഭീര സൗണ്ട് ട്രാക്കാണ്. നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഇതിലെ ആൽബം ഉറപ്പായിട്ട് ലൂപ്പിൽ കേൾക്കും. കാരണം അത്രയ്ക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകളും ഗംഭീര പശ്ചാത്തല സംഗീതമാണ്. പിന്നെ ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിൽ ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. ഇതിലെ 2 ക്യാരക്ടേഴ്സ്, ഒരു നായികയും നായകനും കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒട്ടും ഈസി അല്ല. കാരണം ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നുപോയി, ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഒരിക്കലും ഈസി ആയിട്ട് ഒരു പുതുമുഖങ്ങൾക്ക് പെർഫോം ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള ക്യാരക്ടറല്ല. പക്ഷേ വളരെ സീസൺഡ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന പോലെയാണ് ഇതിലെ നായികയും നായകനുമായ അഹാൻ പാണ്ഡെയും അനീറ്റ പദ്യം പെർഫോം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ സിനിമ നേടിയത് അറൗണ്ട് 20 crore സംതിങ് ആണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അപ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമ ആദ്യത്തെ ദിവസം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത്. ഇതിനു മുമ്പ് ഇത്രയും വലിയ കളക്ഷൻ നേടിയൊരു സിനിമ എന്ന് പറയുന്നത് 2013 രൺബീർ കപൂർ നായകനായിട്ട് വന്ന ഹേ ജവാനി ഹേ ദീവാനി എന്ന് പറയുന്ന സിനിമയായിരുന്നു. പിന്നീട് ആ സിനിമ വലിയ രീതിയിൽ ട്രെൻഡ് ആവുകയും 100 കോടി ക്ലബിലേക്കൊക്കെ പോവുകയും ചെയ്തു. ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനാണ് സയ്യാര ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുതുമുഖ താരങ്ങൾ കേന്ദ്ര കഥാപാത്രമായി വന്നിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷനായിട്ട് ഈ സിനിമ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിയേറ്ററിൽ പലരും കരയുന്നു, ബഹളം വയ്ക്കുന്നു, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആവുകയും ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത് പ്രകടനത്തിനെ
ഒരുപാട് വിമർശിച്ചും ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതൊക്കെ വെറും ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ടാണ്, പുതുമുഖ താരങ്ങളുടെ സിനിമയാണല്ലോ, അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുള്ള രീതിയിൽ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ന രീതിയിലും കമൻറ്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ യഷ്രാജ് ഫിലിംസാണ് ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഷ്രാജ് ഫിലിംസ് ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഒരു വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെ ഇതിന് പിന്നിൽ ഉണ്ടാകാമെന്ന് കമൻറ്റുകൾ വരുന്നുണ്ട്. ബട്ട് അതേപോലെ തന്നെ ഈ സിനിമ ഡിഫെൻഡ് ചെയ്തും പക്ഷേ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ സിനിമ വളരെ ഇമോഷണൽ ആണ്, ഈ സിനിമ കണ്ടാൽ എന്തായാലും ഡെഫിനറ്റ്ലി കരയും എന്നുള്ള രീതിയിലും കമൻറ്റുകൾ പല രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇത് പലരെയും ഇമോഷണൽ ആക്കാൻ സാധ്യത ഉള്ളൊരു സിനിമ തന്നെയാണ്. കാരണം ഇതൊരു റൊമാൻറ്റിക് സിനിമയാണല്ലോ. അപ്പോൾ റൊമാൻറ്റിക് സിനിമ എന്ന് പറയുമ്പോൾ ചിലർക്ക് കുറച്ച് ചീസി ആയിട്ടും കുറച്ച് ക്രിഞ്ചായിട്ടും തോന്നുന്ന കാര്യങ്ങൾ ചിലർക്ക് ഭയങ്കര ഇമോഷണലായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും ഈ സിനിമ ഒരിക്കലെങ്കിലും തിയേറ്ററിൽ കാണാവുന്നൊരു നല്ല ഹിന്ദി സിനിമ തന്നെയാണ്. പ്രത്യേകിച്ചും കുറേ നാൾക്ക് ശേഷം ബോളിവുഡിൽ നിന്ന് വന്ന ഡെഫിനറ്റ്ലി നല്ലൊരു റൊമാൻറ്റിക് സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ അടുത്ത 500 കോടി ബ്രേക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ ബോളിവുഡിലെ ഭയങ്കര ഒരു ഡിസ്കഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇതൊരു 500 കോടി ക്ലബിലേക്ക് എത്താൻ ഭയങ്കര ചാൻസുള്ള പടമാണ്. കാരണം ഓരോ ദിവസവും ഈ സിനിമയുടെ കളക്ഷൻ കൂടിക്കൊണ്ട് വരികയാണ്. ബോളിവുഡിലെ കാര്യം നോക്കുകയാണെങ്കിൽ ജൂലൈ 25-ന് അജയ് ദേവ്ഗൻ്റെ സൺ ഓഫ് സർദാർ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാനിരുന്നതാണ്. ഇപ്പോൾ സയ്യാരയുടെ ഈ കളക്ഷൻ കാരണം അജയ് ദേവ്ഗൺ സിനിമ പോലും ഓഗസ്റ്റ് 1 മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയെത്തി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ഒരു പുതുമുഖ സിനിമ കാരണം മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ ഈ സയ്യാരയുടെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു കളക്ഷൻ റെക്കോർഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ സിനിമ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാണാത്തവരൊക്കെ സിനിമ കണ്ടു നോക്കുക, കരയോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. കളക്ഷൻ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യട്ടെ ഈ സിനിമ.